നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് കേരളത്തിലുണ്ട്. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ചും പപ്പു എന്നും മണ്ടൻ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന കുറേ പേരുണ്ട്. രാഹുൽ നിലവിൽ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തുകയല്ലേ? അല്ല, നമുക്ക് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പപ്പു അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക, അത് രാഷ്ട്രീയത്തിലെ മര്യാദയില്ലായ്മയാണ് എന്നാണ്. രാഷ്ട്രീയത്തിലെ മര്യാദയില്ലായ്മയാണ്. അതാണല്ലോ എൻ്റെ ഒരു ശരിയായിട്ടുള്ള വിലയിരുത്തൽ. അതാണ് അത്. പക്ഷേ പപ്പു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല, പിണറായി വിജയനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും എതിരാളികളിൽ നിന്ന് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വരാറുണ്ട്. പക്ഷെ അത് കൂടുതൽ ഏൽക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. ബി ജെ പി അവരുടെ പ്രചരണ തന്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പിയർ ഹെഡ് എന്നത് രാഹുൽ ഗാന്ധി ആക്രമിക്കുക എന്നതാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ അത്തരം കാര്യങ്ങൾ നിരന്തരം ഉയർന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കരുതേണ്ടതാണ്. അത് പക്ഷേ അത്രത്തോളം രാഹുൽ കരുതുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവൊന്നുമില്ല. കാരണം നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? അതാണ് അടുത്തായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ശിവഗിരിയിൽ വരുന്ന സമയത്ത് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈഴവർക്ക് വേണ്ടത്ര പ്രാമുഖ്യവും പ്രാതിനിധ്യവും നൽകുന്നില്ല എന്നാണ്. അത് ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അത് കൊടുക്കാത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് എന്നതാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്ന ഉത്തരം. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പേരെടുത്തിട്ടല്ല പറയുന്നത്. കാരണം CPI കക്ഷികളെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ഈഴവരാണ്. അവരുടെ നേതാക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവ സമുദായത്തിൽ വന്നവരാണ്. ഇപ്പോഴും നിലനിൽക്കുന്നത് ആ നേതൃത്വത്തിൻ്റെ കീഴിലാണ്. കോൺഗ്രസിൽ പക്ഷേ ആർ ശങ്കർ എന്ന് പറയുന്ന ഒരു പുരാതന പൈതൃകം, അത് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. ഇപ്പോൾ നോക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആരുമില്ല. കഴിഞ്ഞ നിയമസഭയിൽ ഈ ഈഴവരുടെ പ്രതിനിധിയായിട്ട് ഒരാളാണ് ഉണ്ടായിരുന്നു, കെ ബാബു. അദ്ദേഹം ഈ കൊല്ലം മത്സരത്തിനില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയം സ്വകാര്യമായും പരസ്യമായും സച്ചിദാനന്ദ സ്വാമികൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം നേരത്തെ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഉയർന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ഏത് നായർ എന്നതായിരുന്നു. ഒന്നില്ലെങ്കിൽ അത് സതീശനാവാം, അല്ലെങ്കിൽ കേസുവാണാവല്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാവും, അതല്ലെങ്കിൽ ശശി തരൂരാവും. എല്ലാം നാല് പേരും നായന്മാരെ. അപ്പോൾ അവരിൽ ആര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നായ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന നിലക്ക് അതിൽ ഏതാണ്ട് സുസ്ഥാപിതമായിട്ട് തീരുമാനമായിട്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു MLA മാത്രമാണ് ഈഴവ സമുദായത്തിൽ നിന്ന് ഇവർക്കുണ്ടായിരുന്നത്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നുമില്ല. അപ്പോൾ പുതിയ ഘട്ടത്തിൽ ആര് വരും എന്ന ചോദ്യം ഉയർന്നു വരാനുള്ള സാധ്യത ശക്തമാണ്. അത് സ്വാമി പരസ്യമായിട്ട് ഞാൻ തന്നെ പങ്കെടുത്ത ചില സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് കെ സുധാകരന് ഒരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് എറണാകുളത്തുണ്ടായിരുന്നു. അപ്പം അന്ന് കെ സുധാകരനെ പതുക്കെ നേതൃത്വത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു സ്വകാര്യം എന്ന് പറഞ്ഞാൽ കെ സുധാകരന് ഓർമ്മക്കുറവുണ്ട്. അങ്ങനെ ഓർമ്മക്കുറവുള്ള ഒരാളെ എങ്ങനെയാണ് KPCCയിലെ ഭാരവാഹിയായി ഇരുത്തുക? അതുകൊണ്ട് ഞങ്ങൾ അയാളെ മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ മാറ്റുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ഇരിക്കുന്ന വേദിയിൽ. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യത. രണ്ടാമത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനകത്തുള്ള ഐക്യത്തെ
പുനഃസ്ഥാപിച്ച് നിലനിർത്തി മുന്നോട്ട് പോകുക എന്നാണ്. ഈ ഐക്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വലിയ തടസ്സമുണ്ടാകും. അപ്പോൾ ഒരിക്കലും ഐക്യം നഷ്ടപ്പെടാത്ത തരത്തിൽ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കരുത്ത്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു ദൗത്യം, അത് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് ഈ ചൂരൽമല മുണ്ടയ്ക്ക് ദുരന്തവാസികൾക്ക് വേണ്ടി അവർ വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാരും അതുപോലെ മുസ്ലിം ലീഗും അവരുടെ പദ്ധതികളെല്ലാം നടപ്പിലാക്കി. കോൺഗ്രസ് പക്ഷേ ഭൂമി വാങ്ങിച്ച് തറക്കല്ലിട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എന്ന് പൂർത്തിയാവും എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റില്ല. ഇവിടെ രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കും വയനാട് എന്നത് അവരുടെ ഒരു ഹൃദയഭൂമിയാണ്. ശരി, അവിടെ നടന്ന ഈ ഒരു സംഭവത്തിൽ ശരിയായ ക്രിയേറ്റീവായ സൃഷ്ടിപരമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു വെല്ലുവിളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളും വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വരികയും അതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹം പരിശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട്. രാഹുലിനെ പപ്പു എന്നും മണ്ടനെന്നും വിളിച്ച് കളിയാക്കുന്നവർ നേരിടുന്നത് വെല്ലുവിളികൾ. അതുപോലെ തന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതെന്നാണ് മാഷ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, ജയിക്കുന്ന സീറ്റിൽ ഇഴവന്മാരെ നിർത്താനായിട്ട്, താഴ്ന്ന ജാതിയിലുള്ളവരെ നിർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് ശിവഗിരി മഠം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി കൂടുകയാണോ? അല്ല, ഇതിനകത്ത് ഞാൻ വെള്ളാപ്പള്ളി പറഞ്ഞതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ, അല്ല, വെള്ളാപ്പള്ളി അതാണല്ലോ വേറൊരു അർത്ഥത്തിൽ പറയുന്നത്. അതെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? നമ്മളൊരു പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മളിരുന്ന്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി അനുഭവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പ്രസൻറ്റ് ചെയ്തത്. അത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത് പലപ്പോഴും വിവാദപരമായി മാറുന്നത്. ഈ ഒരു ഇഷ്യൂ ശരിക്കും കോൺഗ്രസ് നേരിടുന്ന ഒരു വിഷയമാണ്. ഇവരുടെ പ്രാതിനിധ്യം വേണ്ടത്ര ഫലിപ്പിക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളത്. രണ്ട് കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ അടൂർ പ്രകാശാണ് ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഈഴവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവരുടെ നേതൃനിരയിലുള്ളത്. മറ്റാരും തന്നെ ഇല്ല ശരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പൊളിറ്റിക്സിൽ ഇങ്ങനെ വരുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്ന് കഴിവുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വരേണ്ട ഒരു ആവശ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, കോൺഗ്രസ് അവർ വളർത്തുന്നില്ല. കോൺഗ്രസിന് തിരിച്ച്, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് തിരിച്ചു ചോദിക്കാല്ല, നിങ്ങളിൽ കഴിവുള്ളവർ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പടി കയറി വരുന്നില്ല എന്ന് ചോദിക്കാം. ഇത് പരസ്പരം നടക്കുന്നൊരു സംഭവമാണ്. കോൺഗ്രസ്സിലെ നമുക്കറിയാലേ, ഇടിച്ചു കയറുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇരിപ്പിടം കിട്ടുന്നത് അല്ലേ? ഈ നമ്മളുടെ ജാഥകളൊക്കെ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവരും കൂടി ഇടിച്ചു കയറുന്നതിൻ്റെ പേരില്ലേ. ഇടിച്ചു കയറുന്നതിന് മാത്രം ഇരിപ്പിടം കിട്ടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ ഈ ആളുകൾ കടന്നു വരും എന്ന് ചോദിച്ചാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള ഒരു നീക്കിന് ആവശ്യമാണ്. കാരണം വെച്ചാൽ ഇഴവ സമുദായം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പേഴ്സൻ്റെയൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടല്ലോ ശരിക്കും. അപ്പോൾ അവർക്കും ആവശ്യമായിട്ടുള്ള പ്രായത്തിൽ നിന്നുള്ള ഫീൽ ഉണ്ടാക്കേണ്ടത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിനും ആവശ്യമാണ്. പക്ഷേ ഈ ഗാന്ധിജിയും മഹാത്മാഗാന്ധിയും വന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിൻ്റെ ശതാബ്ദി ആഘോഷം, അതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രധാനമായിട്ടും എത്തിയിരിക്കുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ. കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്ത് ഇന്നും അദ്ദേഹം വീണ്ടും ശിവഗിരി മഠം സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രസക്തിയെ കുറിച്ചും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുക. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അത് അത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നില്ല. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകത എന്താ? ഒന്ന്, മഹാത്മാഗാന്ധിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ മതവിശ്വാസവുമായിട്ടൊക്കെ ഇടകലർന്ന് അവരുടെ ആചാര പരിപാടികളൊക്കെ ആയിട്ട് ഇഴുകിച്ചേർന്ന് സനാതനിയാണ് എന്ന് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ആത്മീയത ആണ്
യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയതക്ക് മറ്റൊരു പ്രത്യേകത. ആ ആത്മീയത എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട് വീഴ്ത്തപ്പെട്ട് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അനുഭവിച്ച് സമൂഹത്തിൽ മനുഷ്യനാണെന്ന് പരിഗണിക്കപ്പെടാതിരുന്ന മനുഷ്യരെ മനുഷ്യനാക്കുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആത്മീയത അതിനകത്തുണ്ട്. അപ്പോൾ പ്രായോഗിക ആത്മീയതയും അതേപോലെ തന്നെ ദാർശനിക ആത്മീയതയും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രതിഭാസമാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞു അത് എത്രത്തോളം ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഇന്നത്തെ കാലത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കാൻ തൻ്റെ അണികൾക്ക് അത് ഏറ്റെടുക്കാനായിട്ടുള്ള കരുത്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നുള്ളത് അദ്ദേഹം നേരിടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കൂടിക്കാഴ്ചയിൽ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാനൊരു സനാതനി അല്ല എന്നാണ്. അതെ, നമ്മൾ സനാതനി എന്ന് പറയുന്നതിന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രായോഗികമായിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത്, സനാതനി എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ വിധിയിൽ വിശ്വസിക്കുന്നവരാണ്. എന്നുവെച്ചാൽ ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്നവരാണ്. ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചണ്ടാളനും അതേപോലെ ഉള്ള ആളുകൾക്ക് ഒരു ഉന്നമനം വിമോചനം എന്ന് പറയുന്നത് സാധ്യമായി കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കിന് പ്രസക്തിയും പ്രാധാന്യം ഉള്ളത്. കാരണം വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നതാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നുള്ളത്. ഈ ശൂദ്രർക്ക് ഒരു കാലത്തും മോചനമില്ല എന്നുള്ളതാണ്. അവനെല്ലാത്തിൻ്റെയും അടിമയായ കാലത്തും ജീവിക്കണം എന്നുള്ളതാണ്. അത് പുതിയ കാലത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥയെ അംഗീകരിക്കുന്നതാണ് സനാതനി എന്നത് എങ്കിൽ അതിനെ അംഗീകരിക്കാൻ ബഹുഭൂരിപക്ഷ ആളുകൾക്കും സാധ്യമല്ല.